ഹലോ എല്ലാവർക്കും ACRT സമഗ്രയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ കറന്റ് അഫയേഴ്സ് നോക്കാം. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് സുരുചി സിംഗ്. അതിന് സുരുചി സിംഗ് ആണ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് സുരുചി സിംഗ് കേട്ടോ. സുരുചി സിംഗിനാണ്. ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനയിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സ്റ്റേറ്റ് ആണെങ്കിൽ മേഘാലയയിലാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാണ് മധുസൂദനൻ നായർ. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? മധുസൂദനൻ നായർ കേട്ടോ. മധുസൂദനൻ നായരാണ്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളായി തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പിലാക്കിയ ആദ്യ സ്റ്റേറ്റാണ് തെലങ്കാന. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളായിട്ട് തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പിലാക്കുന്ന ആദ്യ സ്റ്റേറ്റ് ഏതാണ്? അത് തെലങ്കാനയാണ്. അടുത്തിടെ കേന്ദ്ര സർക്കാർ വരുത്തിയ 2025 ഏപ്രിലിൽ വിടവാങ്ങിയ ഭൗതിക ശാസ്ത്രജ്ഞനും ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻസ് ഓഫ് സയൻസിന്റെ സ്ഥാപകനുമായ വ്യക്തിയാണ് ആരാ വ്യക്തി? 2025 ഏപ്രിലിൽ വിടവാങ്ങിയ ഭൗതിക ശാസ്ത്രജ്ഞനും ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻസ് ഓഫ് സയൻസിന്റെ സ്ഥാപകനുമായ വ്യക്തിയാണ് ഡോക്ടർ രഞ്ജിത്ത് നായർ കേട്ടോ. ഡോക്ടർ രഞ്ജിത്ത് നായരാണ് അന്തരിച്ചത്. ഫിസിക്സ് സയന്റിസ്റ്റും ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ഏതാ സ്ഥാപനത്തിന്റെ പേര്? ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻ. ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് സയൻസിന്റെ സ്ഥാപകനാണ് ഡോക്ടർ രഞ്ജിത്ത് നായരാണ് അന്തരിച്ചത് കേട്ടോ. ഡോക്ടർ രഞ്ജിത്ത് നായർ. പഞ്ചായത്ത് രാജ് മന്ത്രാലയം 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദ്യത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് ഗുജറാത്ത് ആൻഡ് തെലങ്കാന കേട്ടോ. ഗുജറാത്ത് ആൻഡ് തെലങ്കാനയാണ്. പഞ്ചായത്ത് രാജ് മന്ത്രാലയം 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദ്യത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും തെലങ്കാനയാണ്. ഓക്കെ, 2025 പാരീസ് ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് മാഗ്നസ് കാൾസനാണ്. നോർവീജിയൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററുള്ള മാഗ്നസ് കാൾസനാണ് 2025 പാരീസ് ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് ആരാണ്? മാഗ്നസ് കാൾസനാണ്. എന്നാൽ രണ്ടാം സ്ഥാനം നേടിയത് അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഹിക്കാരു നക്കാമുറയാണ് രണ്ടാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അതായത് IPL ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാ? ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണി ട്ടോ. ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനാണ് MS ധോണി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനാണ് MS ധോണി. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമാണ് ധർമ്മടം. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. 2025 വിടവാങ്ങിയ നോബൽ സമ്മാന ജേതാവായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് മാരിയോ വർഗസ് ട്ടോ. 2025 വിടവാങ്ങിയ നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് മാരിയോ വർഗസ് ആണ്. 2010 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ട്ടോ. മാരിയോ വർഗസിനാണ് നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് മാരിയോ വർഗസ്. അദ്ദേഹത്തിന് ഏത് വർഷമായിരുന്നു നോബൽ സമ്മാനം ലഭിച്ചത്? മാരിയോ വർഗസിന് നോബൽ പ്രൈസ് ലഭിച്ചത് 2010 മാരിയോ വർഗസിന് നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സുപ്രീം കോടതിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്ന ആരാ? സുപ്രീം കോടതി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് BR ഗവായ് ട്ടോ. ജസ്റ്റിസ് BR ഗവായ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗക്കാരനാണ് ജസ്റ്റിസ് BR ഗവായ് ട്ടോ. രണ്ടാമത്തെ പട്ടികജാതി വിഭാഗക്കാരനാണ് ജസ്റ്റിസ് BR ഗവായ് ആണ്. പട്ടികജാതി വിഭാഗത്തിൽ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? അത് മലയാളിയായ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ട്ടോ. KG ബാലകൃഷ്ണനാണ് പട്ടികജാതി വിഭാഗത്തിൽ ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് KG ബാലകൃഷ്ണനായിരുന്നു. രണ്ടാമത്തെ വ്യക്തിയാണ് BR ഗവായ്. BR ഗവായ് സുപ്രീം കോടതി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് ട്ടോ. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്, സീറോ പോവർട്ടി ദൗത്യത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ്? സീറോ പോവർട്ടി ദൗത്യത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ സംവിധാനത്തിൽ 1ാം റാങ്ക് നേടിയ സ്റ്റേറ്റ് ഏതാണ്? അത് കേരളമാണ്. 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ 1ാം റാങ്ക് നേടിയ സ്റ്റേറ്റ് അത് കർണാടക കേട്ടോ. കർണാടകയാണ്. വൈദ്യുതി ഉൽപ്പാദനം ആസൂത്രണം ചെയ്യുന്നതിനുള്ള പുതിയ സോഫ്റ്റ്വെയർ ഉപകരണമായ സ്റ്റെല്ലാർ മോഡൽ ആരംഭിച്ച സ്ഥാപനം ഏതാ? അത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ്. വൈദ്യുതി ഉൽപ്പാദനം ആസൂത്രണം ചെയ്യുന്നതിനുള്ള പുതിയ സോഫ്റ്റ്വെയർ ഉപകരണമായ സ്റ്റെല്ലാർ മോഡൽ ആരംഭിച്ച സ്ഥാപനമാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി.
ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025ന്റെ മാസ്കോട്ടാണ് ഗജസിംഹ. ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025ന്റെ മാസ്കോട്ട് എന്നാണ് ഗജസിംഹ കേട്ടോ, ഗജസിംഹ. 2025 ഏപ്രിലിൽ ഭൂരേഖ മാനേജ്മെന്റിനായിട്ട് ഭൂഭാരതി പോർട്ടൽ ആരംഭിച്ച സ്റ്റേറ്റാണ് തെലങ്കാന. ഭൂരേഖ മാനേജ്മെന്റിനായിട്ട് ഭൂഭാരതി പോർട്ടൽ ആരംഭിച്ച സ്റ്റേറ്റ് ഏതാ? ഭൂഭാരതി പോർട്ടൽ ആരംഭിച്ച സ്റ്റേറ്റാണ് തെലങ്കാന കേട്ടോ. തെലങ്കാനയാണ് ഭൂരേഖ മാനേജ്മെന്റിനായിട്ട് ഭൂഭാരതി പോർട്ടൽ ആരംഭിച്ച സ്റ്റേറ്റാണ് തെലങ്കാന. ബാങ്ക് നിക്ഷേപകർക്കും ലോക്കറുകൾക്കും ഒരേ സമയം 4 നോമിനികളെ, അതായത് അവകാശികളെ വരെ വെക്കാൻ അവസരം നൽകുന്ന ബാങ്കിംഗ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഏപ്രിൽ 15-നാണ്. 2025 ഏപ്രിൽ 15-നാണ് ഒപ്പുവെച്ചത്. ബാങ്ക് നിക്ഷേപകർക്കും ലോക്കറുകൾക്കും ഒരേ സമയം 4 നോമിനികളെ വരെ വെക്കാൻ അവസരം നൽകുന്ന ബാങ്കിംഗ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി സൈൻ ചെയ്തത് ഏപ്രിൽ 15-നാട്ടോ, ഏപ്രിൽ 15-നാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടന ഏതാ? ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടനയാണ് IMF. അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനിയുടെ പേരാണ് എന്താ പറയാ, അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനിയുടെ പേരാണ് 3 ഗോർജസ് അന്റാർട്ടിക് ഐ. 3 ഗോർജസ്